ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. ഒരു കേക്ക് ഡോഗാണ്. അപ്പോൾ ഒരു 3-4 കേക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്ന ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ കേക്ക് ഡെക്കറേഷനൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ കിച്ചണിലോട്ട് വന്നതാണ്. അപ്പോൾ രാത്രിയാണ് ഞാൻ കേക്ക് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ രാത്രി ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് വെച്ചതിന് ശേഷം കേക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കഴുകിയിട്ട് കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ കമഴ്ത്തിയിടും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ആറിപ്പോവാനായിട്ടാണ്. പിന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ കിടക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക്. അപ്പോൾ ഇതിലൊരു 4 ഫ്ലേവറിലുള്ള കേക്ക് ഉണ്ട്. ഒന്ന് രസ്മലായി ഫ്ലേവറാണ്, വേറൊന്ന് വൈറ്റ് ഫോറസ്റ്റ്, അതുപോലെ തന്നെ അങ്ങനത്തെ 3-4 ഫ്ലേവറിലുള്ള കേക്ക്സ് ഉണ്ട്. ഫ്ലേവർ ഏതാണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അത് കുറേ ആയി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ അധികവും രാത്രിയാണ് ക്രം കോട്ടിങ് ചെയ്ത് വെക്കുന്നത്. രാത്രി ക്രം കോട്ടിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് എണീറ്റിട്ട് ഫിനിഷിങ് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ 2 ടയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രി തന്നെ ആ 2 ടയറിൻ്റെ വർക്ക് തീർത്ത് വെക്കും. പിറ്റന്നാളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കേക്കിൻ്റെ ഒന്നും അറിയാത്തവർക്ക് കേക്കിൻ്റെ ഡെക്കറേഷൻസ്, ടിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രം, കേക്കിൻ്റെ മാത്രം A to Z ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, സെക്കൻഡ് ചാനൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, പോയി നോക്കണേ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ എണീറ്റപ്പാട് ഞാൻ ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് ചായ ഇട്ടിട്ടുണ്ട്. ഞാൻ കട്ടൻ ചായയാണ് കേട്ടോ കുടിക്കുന്നത്. പിന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ച് ലേറ്റായി പോയി എണീക്കുമ്പം തന്നെ, രാത്രി കുറേ ലേറ്റായി കിടക്കുമ്പം നമ്മുടെ കേക്കിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിക്കുകയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ രാവിലത്തെ കുറച്ച് പണി ലാഭമായി കിട്ടി. പിന്നെ നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് സിൽവർ മാർക്കിൻ്റെ ക്രീമാണ്. അപ്പം ഞാൻ ഒരേ ക്രീം തന്നെ, ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നത് കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരേ ക്രീം തന്നെയല്ല ഞാൻ ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത്. ഞാനൊരു 4-5 ബ്രാൻഡ് ക്രീം മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പം എല്ലാ ക്രീമും ഒരുപോലെ ആവില്ല, എല്ലാ ബ്രാൻഡിൻ്റെതും. ചില സമയത്ത് നമുക്കത് ശരിയാവാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പം ഞാൻ ക്രീം മാറ്റി നോക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ക്രീം ബീറ്റ് ചെയ്യുമ്പം ഞാൻ എപ്പോഴും കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കാണല്ലോ, അപ്പോൾ ഫിനിഷിങ് ചെയ്യാനുള്ള ക്രീം മാത്രമാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഞാനങ്ങനെ ഹാർഡാക്കി നല്ലോണം സ്റ്റിഫ് ഫിക്സ് ആക്കി എടുക്കുന്നില്ല, കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്ത് എടുക്കുന്നത്. എനിക്ക് ഫിനിഷിങ് ചെയ്യാൻ അത്രയ്ക്ക് അങ്ങോട്ട് സ്റ്റിഫ് വേണം എന്നില്ല. അപ്പോൾ ആദ്യം ഞാൻ ഫിനിഷ് ചെയ്യുന്നത് നമ്മുടെ സ്ക്വയർ കേക്കാണ്. ഇത് വന്നിട്ടുള്ളത് വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവർ ആണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഞാനിത് ഫിനിഷിങ് ചെയ്തെടുക്കുകയാണ്. പൈപ്പിംഗ് ബാഗിൽ ക്രീം എല്ലായിടത്തും ആക്കി കൊടുത്തതിന് ശേഷം മുകൾ ഭാഗം ഇതുപോലെ ഐസിങ് നൈഫ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ട് സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡ് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഷാർപ്പ് എഡ്ജിൻ്റെ വീഡിയോ നമ്മുടെ മറ്റേ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബിഗിനേഴ്സിനൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിൽ സൈഡിലൊക്കെ വരുന്ന ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ചെയ്യുന്ന ഡെക്കറേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഈസി ആയിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. നമ്മുടെ ഷുഗർ ബോൾസ് ഉണ്ടല്ലോ, ആ ഒരു ഷുഗർ ബോൾസ് വെച്ചിട്ടാണ് ഞാനിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഷുഗർ ബോൾസ് എന്ന് പറയുമ്പം സാധാരണ നോർമലായിട്ട് കിട്ടുന്നതല്ല, ഇതുപോലെ കുറേ ടൈപ്പിലുള്ള ഷുഗർ ബോൾസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇത് കുറേ ടൈപ്പിൽ കിട്ടും കേട്ടോ, നമുക്ക് പല പല വെറൈറ്റീസ് ഓഫ് കളേഴ്സിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഇടുമ്പം നമ്മൾ കുറച്ച് സൂക്ഷിച്ചിട്ട് താഴെ മാത്രം വീഴുന്ന പോലെ ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫിംഗർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ആ ഒരു നീറ്റാക്കി കൊടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, ഇപ്പം തന്നെ നല്ല ഭംഗിയായിട്ടില്ലേ. അപ്പോൾ ഇത് ഈ ഒരു ഡെക്കറേഷൻ നല്ല ഭംഗിയാണ്, നല്ലൊരു സിംപ്ലിസിറ്റി തോന്നിക്കും കേക്കിനാണെങ്കിലും. അപ്പോൾ നമുക്ക് ഏത് കളറിലാണോ ചെയ്യേണ്ടത് ആ ഒരു കളർ കോമ്പിനേഷനിലുള്ള ഷുഗർ ബോൾസ് വാങ്ങിയാൽ മതി.
അപ്പോൾ ഞാനത് ഷുഗർ ബോൾസ് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പണി പിന്നീടാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അടുത്ത കേക്ക് ചെയ്യാനായിട്ട് കുറച്ച് വൈറ്റ് ക്രീമിലോട്ട് ബ്ലാക്ക് കളറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് കളറ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല ഗ്രേ കളർ കിട്ടും. അപ്പം ഇനി നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് ഈ ഒരു കേക്കിൽ മൊത്തം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഐസിങ് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടി സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്. അതായത് ഞാൻ സൈഡിൽ ക്രീമാക്കി കൊടുത്തതിന് ശേഷം സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് വലിച്ചെടുക്കുകയാണ്. മുകൾ ഭാഗത്ത് ഞാൻ ആദ്യം ക്രീമാക്കി കൊടുത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ സ്ക്രാപ്പർ വെച്ചിട്ട് വലിക്കുമ്പോൾ നമുക്ക് ബാലൻസ് ക്രീം ഉണ്ടാവുമല്ലോ, അത് പിന്നീട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ആദ്യം കൊടുക്കാത്തത്. അതുപോലെ മുകളിലോട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്ക്രാപ്പറിൽ വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ മുകൾ ഭാഗം ഇതുപോലെ ഫിനിഷ് ചെയ്ത് എടുത്താൽ മതി. സ്ക്രാപ്പർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ആദ്യം തന്നെ ചെയ്യുമ്പോൾ എന്തായാലും നീറ്റായിട്ടൊന്നും വരില്ല. കുറച്ചും കൂടി പ്രാക്ടീസ് ആയതിനു ശേഷം ആർക്കാണെങ്കിലും കേക്ക് നല്ല രീതിയിൽ നീറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് കുറച്ച് ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സ്റ്റിക്ക് കുത്തി കൊടുക്കുകയാണ്. ഇതുപോലത്തെ വൈറ്റ് നല്ല കട്ടിയുള്ള സ്റ്റിക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് അളവെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ 1-2 സ്റ്റിക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കുറച്ച് ഹൈറ്റുള്ള കേക്കും അതുപോലെ തന്നെ 2 ടയർ കേക്കും ഒക്കെ ആകുമ്പം ഇതുപോലെ സപ്പോർട്ട് ഉള്ളതെന്ന് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഞാനിത് ഒന്നും കൂടി നല്ല രീതിയിൽ നീറ്റാക്കി എടുക്കട്ടെ. എനിക്കൊരു സ്വഭാവമുണ്ട്, നല്ല രീതി ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ നീറ്റാവുന്നത് വരെ അതിൻ്റെ ഒന്ന് ശരിയാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിനൊരു സമാധാനവും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നേരം കിടന്ന് കളിക്കാറുണ്ട് കേക്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സമയം തീരെ കിട്ടാത്തത്. ഇപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാനാണെങ്കിലും എന്തിനാണെങ്കിലും എനിക്ക് സമയം തീരെ കിട്ടാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കേക്കും കൂടി ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കേക്കിലാണെങ്കിലും ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് സിമ്പിളായിട്ടാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലുള്ളൊരു ഡെക്കറേഷൻ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് എന്താണെന്ന് മനസ്സിലായോ? ചോക്ലേറ്റ് ആണ് കേട്ടോ, വൈറ്റ് ചോക്ലേറ്റ് സിലിക്കോൺ മൗൾഡിൽ ഇതുപോലത്തെ ഇതേ ഷേപ്പിലുള്ള സിലിക്കോൺ മൗൾഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കയ്യിലുള്ള സിലിക്കോൺ മൗൾഡൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ആ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഓറഞ്ച് കളർ ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ ആ സെയിം ഓറഞ്ച് പോലെ തന്നെ തോന്നിക്കും. പക്ഷെ ഇത് വൈറ്റിൽ ചെയ്യുവാണെങ്കിലും നല്ലൊരു രസം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ അതിൽ സിൽവർ ഗ്ലിറ്റർ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒരു ഷിമ്മറി ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഞാനിത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ഇൻഓർഡർ ആയിട്ട് വെച്ച് കൊടുക്കുകയാണ്, ഓർഡർ ആയിട്ടല്ല, ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഒരുപാട് റിവ്യൂസ് ഈ ഒരു ഡിസൈനെ പറ്റിയിട്ട് വന്നായിരുന്നു. കുറേ പേര് എൻക്വയറി ചെയ്തായിരുന്നു ഇത് എന്താണ് സംഭവം, ഈ ഓറഞ്ച് പോലെയുള്ള സാധനം എന്നൊക്കെ. അപ്പോൾ ഞാനിത് വീഡിയോ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ കണ്ടാൽ മതിയെന്ന്. അപ്പം ഞാനിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇൻഷാ അല്ലാഹ് വേണമെന്നുണ്ടെങ്കിൽ ഇടാം, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ബർത്ത്ഡേ കേക്ക് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ടോപ്പറും കൂടി ഞാനിതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഉണ്ടല്ലോ, അതൊന്ന് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ചെറിയൊരു ഫ്ലവർ ഇതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ലൊരു ഭംഗി കൂടിയിട്ടുണ്ട് ഈ ഒരു ഡെക്കറേഷന്. പിന്നെ ഇതിൻ്റെ മിഡിൽ ഞാൻ ഗോൾഡൻ ഡസ്റ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒരു മിഡിൽ പാർട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് ഡെക്കറേഷനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വലിയ രീതിയിലുള്ള ഡെക്കറേഷൻ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഷാർപ്പ് ആക്കി എടുത്തു. പിന്നെ ഈ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് വെച്ച് കൊടുത്തു, അത്രയേ ഉള്ളൂ. പക്ഷെ കാണാൻ നല്ലൊരു എലഗൻറ്റ് ലുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ചോക്ലേറ്റ് മൗൾഡൊക്കെ നമുക്ക് സിലിക്കോൺ മൗൾഡൊക്കെ കിട്ടുമ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിക്കിൾസ് പോപ്സ് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് ബാക്കി വരുമല്ലോ, അപ്പോൾ അതൊക്കെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കേക്ക് വരുമ്പം യൂസ് ചെയ്യാം. കേക്ക് വരുമ്പം ഇതുപോലത്തെ ഡെക്കറേഷൻ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാമല്ലോ. ഇനി നമ്മൾ നേരത്തെ സ്പ്രിങ്കിൾസ് ഇട്ട് വെച്ചിട്ടുള്ള നമ്മുടെ സ്ക്വയർ കേക്കിൽ ഫ്ലവറും കൂടി വെച്ച് കൊടുത്തിട്ട് ഫൈനൽ ഡെക്കറേഷനും കൂടി ചെയ്തെടുക്കുകയാണ്. ഇത് എല്ലാ കേക്കും ഒരേ സമയത്ത് ഡെലിവറി അല്ല കേട്ടോ.
ഈ ഒരു കേക്കൊക്കെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ രാവിലെ തന്നെ ഒന്ന് ഫിനിഷ് ചെയ്ത് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള സമയം ബാക്കി പണിക്ക് ഉപകരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് രാവിലെ തന്നെ ഫിനിഷിങ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഞാനിതിൽ ചെറിയൊരു ടോപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പണിയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 കേക്കും ഞാൻ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഈ ഒരു കേക്ക് 2 ടയർ കേക്കാണ് കേട്ടോ. 2 ടയർ കേക്ക് ആവുമ്പം നമ്മൾ രാവിലെ ഇപ്പോൾ വൈകുന്നേരം ഇതൊക്കെ രാത്രി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ചെയ്ത് രാത്രി കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ രാവിലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലോട്ട് നല്ല രീതിയിൽ സെറ്റ് ആയിക്കോളും. സ്റ്റാക്ക് ചെയ്യാൻ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ രാവിലെ ഡെലിവറി ചെയ്യുന്ന കേക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും രാത്രി ഫൈനൽ കോട്ട് ചെയ്തിട്ട് തന്നെ കിടക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് സ്റ്റാക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇപ്പം ചെയ്യാറുണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് പോലെ ആയിരിക്കും. പക്ഷെ എന്നാലും സെറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പം അതിൻ്റെതായൊരു നീറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ വരുന്നത് ഇങ്ങനെയാണ്. പൈപ്പിംഗ് ബാഗിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഗ്രേ കളർ ക്രീം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് ഇഷ്ടമുള്ള കളർ തീമിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേ സെയിം തന്നെ ഇതിൻ്റെ താഴെ വരുന്ന ലെയറും കൂടി ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് 2 kg വെയിറ്റ് വരുന്ന കേക്കാണ്. 7 ഇഞ്ചും 5 ഇഞ്ചും ആണ് പാൻ സൈസ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് 2 kgയിൽ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് 2 ടയർ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, വേണമെന്നുള്ളവർ പോയി കാണുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ 4 കേക്കും ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കേക്ക് സെയിം ഞാൻ ഗ്രേ കളറിൽ ചെയ്തിട്ടുള്ള ആ ഒരു സെയിം കേക്ക് തന്നെ വൈറ്റ് കളറിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല, വെറുതെ കാണിക്കണ്ടല്ലോ, എല്ലാം കൂടി എന്ന് കരുതിയിട്ടാണ് കാണിക്കാത്തത്. അത് നമുക്ക് യൂണിക്കോൺ തീമിൽ ചെയ്യാനുള്ള കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിക്കോൺ ചെയ്യാനായിട്ട് ഞാൻ ഫോണ്ടൻ്റൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ പണി ഒരു 11-11:30 മണി മുമ്പ് തന്നെ എനിക്ക് എല്ലാ കേക്കിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിക്കോൺ ഞാൻ ഉണ്ടാക്കുന്നത് ഇതിൽ കാണിക്കുന്നില്ല, കാരണം അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കാണിക്കാത്തത്. കുറച്ച് സമയം കൂടുതലെടുക്കും. ഓൾറെഡി ഇത് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് കരുതിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മുടെ മറ്റേ ചാനലിൽ ഞാൻ ഇടുന്നുണ്ട്. പറ്റുവാണെങ്കിൽ ഇതിലും ഇടാം. അപ്പോൾ അതെല്ലാവരും കണ്ടാൽ മതി. യൂണിക്കോൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 11:30 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ യൂണിക്കോണിൻ്റെ പണിയും ബാക്കി കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വീട്ടു പണിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയല്ല, ഒരു വൈകുന്നേരം 4-5 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഈ ഒരു 2 ടയറിൻ്റെ ബാക്കി പണി എടുക്കുന്നത്, സ്റ്റാക്ക് ചെയ്യുകയും മറ്റും ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേക്കും നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 9-10 മണിക്കിടയിൽ തന്നെ ഞാനിത് ഫിനിഷ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഒരു 4-5 മണിക്കൂറൊക്കെ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്റ്റാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മുകൾ ഭാഗത്തിലൂടെ ഞാൻ നല്ലൊരു സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ട് ആ ഹോളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗോൾഡൻ ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവർ കഴിക്കാൻ പറ്റുന്നതല്ലല്ലോ എന്ന് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഇപ്പം കേക്കിൽ വെച്ച് കൊടുക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്പെൻസ് കുറക്കാനായിട്ടാണ്. നമുക്കിത് ഇതേ സെയിം ഫ്ലവർ തന്നെ എഡിബിൾ ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, എഡിബിൾ ചെയ്യുമ്പം എക്സ്പെൻസ് ഡബിൾ ആവുകയാണ്. ഇതാണെങ്കിൽ നമുക്കിപ്പം ഒരു ഫ്ലവർ 20, 30, 40 അത് പല റേറ്റിലുണ്ട്, ആ ഒരു റേറ്റിന് കിട്ടും. പക്ഷേ ഇതേ ഫ്ലവർ തന്നെ നമ്മൾ എഡിബിളായിട്ട് ചെയ്യുമ്പം 500, 1000 ഒക്കെ നമ്മൾ അധികം ചാർജ് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യൂണിക്കോൺ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് യൂണിക്കോൺ കേക്ക് രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ രാത്രി എടുത്ത വീഡിയോ ആണ്. പിന്നെ നമ്മൾ 2 ടയർ കേക്ക് ഒരു 5 മണി ആ ഒരു സമയത്തൊക്കെ കൊണ്ടുപോയായിരുന്നു. ബാക്കി സ്ക്വയർ കേക്ക് രാവിലെ തന്നെ കൊണ്ടുപോയായിരുന്നു. അതിനിടയിൽ വേറൊരു കേക്കും കൂടി ഉച്ച സമയത്ത് കൊണ്ടുപോയായിരുന്നു. അതൊക്കെ കൂടി എല്ലാം കൂടി നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് എടുത്തിട്ടില്ല.
അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ബോക്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു 300 രൂപയാണ് ബോക്സിന്. ഇത് എൻ്റെ ഫ്രണ്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന ബോക്സാണ്. സമീസ് കിച്ചൻ്റെ അവൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അവർക്ക് ചാനലുണ്ട്, സമീസ് കിച്ചൻ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കേക്കിൻ്റെ തന്നെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കും കൂടി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഇന്നത്തെ കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കേക്കിൻ്റെ വർക്കും വീട്ടിലെ ജോലിയും ഒക്കെ കൂടി ആകുമ്പോൾ നമുക്ക് എല്ലാം കൂടി വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം കാണിക്കാത്തത്. പിന്നെ കേക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാനും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് കേക്കിൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ മറ്റേ ചാനൽ വേണമെന്നുള്ളവർ പോയി കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. കാരണം കേക്കിൻ്റെ എല്ലാ A to Z കാര്യങ്ങളും ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ഇനി ഇതിൽ ഞാൻ കൂടുതലായിട്ടും വ്ളോഗ് തന്നെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ലൊരു വ്ളോഗായിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, അതുപോലെ തന്നെ എന്താ പറയുക, സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.